Hi dear students, welcome back to JEE Advanced Question Paper Discussion. This is question number 10 from the paper 1. Paper 1 ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്. പോളറൈസേഷൻ ആണ് കോൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. ഒരു അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ചെറിയ കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. A point source S emits unpolarized light uniformly in all direction. At 2 points A and B, the ratio of intensity at A and B is given R. അപ്പോൾ എസ് എന്ന് പറഞ്ഞ സോഴ്സിൽ നിന്ന് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും സ്പ്രെഡ് ചെയ്യുന്നു. അവിടെ 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. ആ 2 പോയിന്റിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റേഷ്യോ IA ഡിവൈഡഡ് ബൈ IB ഈസ് ഈക്വൽ ടു R ആണ്. ആൻഡ് ദ വാല്യൂ ഓഫ് R ഈസ് 2. Then a set of 2 Polaroid having angle 45 angle between their pass axis is placed just before point B. അപ്പോൾ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇപ്പം എയിലും ബിയിലും പാസ് ചെയ്യുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. സോഴ്സിൽ നിന്നും ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോയിന്റുകളായതുകൊണ്ടാണ് അവരുടെ ഇൻറ്റൻസിറ്റി സെയിം ആവാത്തത്. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ, യു വിൽ ഗെറ്റ് എ റേഷ്യോ IA by IB is equal to imagine that value of ratio is 2. Now ജസ്റ്റ് ബിഫോർ ബി 2 പോളറോയിഡ് പ്ലേസ് ചെയ്തു. രണ്ടിൻ്റെയും പാസ് ആക്സിസ് ആംഗിൾ 45 ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ആക്സിസിന് 45 ഡിഗ്രി ചെരിച്ചിട്ടാണ് പോളറോയിഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യത്തെ പോളറോയിഡിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റായ IB കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി IB ഡിവൈഡഡ് ബൈ 2 ആവും. അവിടെ മാലൂസിലോ അപ്ലൈ ചെയ്യേണ്ടതില്ല. ആൻഡ് സെക്കൻഡ് പോളറോയിഡ്, അതിൻ്റെ ട്രാൻസ്മിഷൻ ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ 45 ഡിഗ്രിയാണ്. അതിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ മാലൂസിലോ അപ്ലൈ ചെയ്താൽ IB by 2, entering light intensity IB by 2 into cos square 45. Cos 45 is 1 by root 2. Cos 45 is 1 by root 2. Cos square 45 is 1 by 2. So we'll get IB divided by 4. This is new intensity at a point B. ആ പോയിന്റ് ബിയിൽ പോളറോയിഡ് വെച്ചപ്പോൾ ഇൻറ്റൻസിറ്റി മാറി പോളറൈസ്ഡ് ലൈറ്റായി. അത് 2 പോളറോയിഡിലെ കടന്നു പോയപ്പോൾ ഇൻറ്റൻസിറ്റി IB ഡിവൈഡഡ് ബൈ 4 ആയി. Then new value of R. Then the new value of R is, now R is equal to IA divided by പുതിയ ഇൻറ്റൻസിറ്റി ഈസ് IB divided by 4. So 4 മുകളിലേക്ക് പോകും. IA by IB, we already know that it is 2. 2 into 4. The new value of R is 8. Let us say R dash. So new value of R will be 8. So that is the solution to the problem. Thank you so much. It's JB from Salum Learning. Bye and all the best.